ഒറ്റയ്ക്ക് താമസിച്ചു വന്ന 82കാരിക്ക് കരുണാലയം അമ്മ വീട് തണലായി. തെന്മല പഞ്ചായത്തിൽ വെള്ളിമല റോഡ് പുറമ്പോക്കിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് സമീപം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഹസൻ ബീവിക്കാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് ആശ്രയം നൽകിയത്. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. ഹസൻ ബീവിയുടെ ദുരവസ്ഥയും ബുദ്ധിമുട്ടുകളും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവും സ്നേഹഭാരത് മിഷൻ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ അറിയിച്ചതനുസരിച്ചാണ് കരുണാലയം ചെയർമാൻ അബ്ദുൾ അസീസ് നേരിട്ടെത്തി മുഴുവൻ ചികിത്സയും സംരക്ഷണവും നൽകുന്നതിനായി ഹസൻ ബീവിയെ ഏറ്റെടുത്തത്. പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് ഏറ്റെടുക്കുന്ന 17ാമത്തെ വ്യക്തിയാണ് ഹസൻ ബീവി. കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളെയാണ് സൗജന്യമായി ചികിത്സ നൽകി സുഖപ്പെടുത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്ന് SE സഞ്ജയ് ഖാൻ പറഞ്ഞു. രക്തപരിചരണത്തിനായി എത്തിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശത്തുനിന്ന് ഏതാണ്ട് 17ഓളം പേരെ തെന്മല പഞ്ചായത്തിൻ്റെയും കുളത്തൂപ്പുഴ പഞ്ചായത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 17ഓളം പേരെ അതിൽ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് വിവിധ കഥകളാണ്. ഇത് പുനലൂരിൽ നിന്നും ഒരു ഗ്രേസ്യം ബ്ലോക്കിലുള്ള മറ്റേ ജയൻ എന്ന് പറയുന്ന ചേട്ടൻ ജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ മതിലിടിഞ്ഞ് വീണ് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മതിലിടിഞ്ഞ് വീണിട്ട് ആ മതിലിൻ്റെ അടിയിൽ അകപ്പെട്ട് അദ്ദേഹം മണിക്കൂറുകൾ കിടന്ന് അദ്ദേഹത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടതാണ്. ആ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അദ്ദേഹത്തെ കൊണ്ടുപോയി ഡോക്ടർമാർ പോലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തെ കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിൻ്റെയും അവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ അവിടുന്ന് ഏറ്റെടുത്ത് ബഹുമാനായ അസീസിക്കയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് കരുണാലയത്തിൽ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ നൽകി. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ വാഴമൺ അമ്പലത്തിലെ കഴകമായി ഓടി നടന്ന് ജോലി ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടതാണ്. അതോടൊപ്പം കുഞ്ഞാണ്ടിമുക്കിൽ അംബേദ്കർ കോളനിയിലെ ജയൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ 7 വർഷം തളർന്നു കിടന്ന ആളാണ്. അദ്ദേഹത്തെ ചികിത്സിക്കാൻ പണമില്ലാതിരുന്ന അദ്ദേഹത്തെ ഏറ്റെടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാക്കി അദ്ദേഹത്തെയും വീട്ടിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വാളാക്കോട്ടുള്ളതാണ്. അദ്ദേഹത്തെ പുഴുവരിച്ച അവസ്ഥയിലാണ്. ഒരുപാട് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഈ ഷാജഹാനിക്കായെ യഥാർത്ഥത്തിൽ അസീസിക്ക ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തെ തിരിച്ചു അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സ നൽകി. ഞാനും പ്രിൻസമ്മനുമൊക്കെ നിരവധി തവണ പോയി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുട്ട് വരെ മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആരോഗ്യവാനായി തിരിച്ചു വന്ന് പുനലൂർ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി ഒരു കട ഇട്ട് കൊടുത്ത് TB ജംഗ്ഷനിൽ ഇപ്പോൾ നമുക്ക് തിരിയുമ്പോൾ പുനലൂരിൽ നിന്ന് പാപ്പന്നൂരേക്ക് തിരിയുമ്പോൾ ഒരു ചെറിയ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ഷാജഹാനിക്കയെ കാണുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ജീവൻ തിരിച്ചു തന്ന ആളാണെന്ന് പറഞ്ഞു. അതപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല, കരുണാലയത്തിൻ്റെ ചെയർമാൻ അസീസിക്കയാണ് നിങ്ങൾക്ക് അത് അത്രയും സഹായം ചെയ്തതെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു വീൽ ചെയർ, ഒരു വണ്ടി വേണം, മുച്ചക്ര വാഹനം കൂടി വേണമെന്ന് പറഞ്ഞു. അത് നമുക്ക് ശ്രമിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത്തരത്തിൽ കരുണാലയം അമ്മ വീട്, കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീടും ചെയർമാനും ടീമും നടത്തുന്ന പ്രവർത്തനങ്ങൾ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഒരുപാട് പേരെ ചികിത്സിക്കാൻ പണമില്ലാതിരുന്ന ഒരുപാട് പേരെ ചികിത്സിച്ച് ഭേദമാക്കി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞങ്ങളെ ഈ പ്രദേശത്തുള്ളവരെ സഹായിക്കുന്നത് കിടങ്ങന്നൂർ കരുണാലയമാണ് എന്ന കാര്യം വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ ഹസൻ ബീവി എന്ന് പറയുന്ന അമ്മായിയുടെ കാര്യവും ഹസനണ്ണനും ഈ പൊടിയും ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബന്ധപ്പെട്ടു. അസീസിക്ക അപ്പോഴും തന്നെ 100% സന്തോഷത്തോടുകൂടി അമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചു. അങ്ങനെയാണ് ഇന്ന് തന്നെ ഈ കോരിച്ചൊഴിയുന്ന മഴയത്തും കരുണാലയത്തിന്റെ മുഴുവൻ ടീമും കൂടി ഇവിടെ എത്തിച്ചേർന്നു. അവർക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കാം. വെള്ളിമലയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം അഡ്വക്കേറ്റ് SE സഞ്ജയ് ഖാൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലംകോട് മോഹനൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് D പ്രിൻസ്, പൊതുപ്രവർത്തകരായ നൌഷാദ് ചാലിയക്കര, ബിനീഷ് ജോസഫ്, പ്രിമിൻ സാം, കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് ചെയർമാൻ അബ്ദുൾ അസീസ്, അമ്മ വീട് ഡയറക്ടർ റംലത്ത് അസീസ്, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു.
പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി.